അമല ചായ എന്ന് പറഞ്ഞൊരു ചായ ബ്രാൻഡിന് ഈയിടെയായിട്ട് നരേന്ദ്രമോദിക്കും UK പ്രൈം മിനിസ്റ്ററിനും ചായ സെർവ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി. അത് അവർ അടിപൊളിയായിട്ട് സോഷ്യൽ മീഡിയയിൽ വൈറാലിറ്റിക്ക് വേണ്ടി ഉപയോഗിക്കുകയും ചെയ്തു. എങ്ങനെയാണെന്നല്ലേ? From one chaiwala to another. അമല ചായ എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ ഓണർ ഒരു ജെൻസി ഫൗണ്ടറാണ്. പുള്ളി ഇത് ഈ ഒരു മോമെന്റ് സൈഡ് നിർത്തി ഒരു ജസ്റ്റ് ഒരു ഐഫോണിൽ ഈ വീഡിയോ എടുത്തു. എന്നിട്ട് ഒരു ജെൻസി ഫ്രണ്ട്ലി ക്യാപ്ഷനും ഇട്ടുകൊടുത്തു. മോദി ആൻഡ് സ്റ്റാർമർ ഡ്രിങ്കിങ് അമല ചായ് !! എക്സ്ട്രാ എന്ന് പറഞ്ഞൊരു ഭയങ്കര ജെൻസി ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ക്യാപ്ഷനാണ് ഇട്ടിരുന്നത്. പുള്ളി അതിൻ്റെ അകത്ത് ഒരു ഡയലോഗും കൂടെ പറഞ്ഞു. അതായത് ഫ്രം വൺ ചായവാല ടു അനദർ ചായവാല എന്ന് പറഞ്ഞൊരു ലൈനും കൂടെ പറഞ്ഞപ്പോൾ അത് സോഷ്യൽ മീഡിയയിൽ ഭയങ്കര വൈറാലിറ്റി കിട്ടിയൊരു ഡയലോഗും കൂടെ ആയി. ആ വീഡിയോയ്ക്ക് പുള്ളിക്ക് 2 million+ വ്യൂസ് പുള്ളിയുടെ അക്കൗണ്ടിൽ കിട്ടി. പുള്ളി ആ ഒരു വീഡിയോ കൊണ്ട് നിർത്തിയില്ല പരിപാടി. പുള്ളി അതിന് ഫോളോ അപ്പ് ആയിട്ട് ഒരു വീഡിയോ ഇട്ടു. അതുകൊണ്ട് പിന്നെ ഫോളോ അപ്പ് ആയിട്ട് വേറൊരു വീഡിയോ ഇട്ടു. എങ്ങനെയാണ് പുള്ളിക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ഒരു സ്റ്റോറി ടെല്ലിംഗ് ഫോർമാറ്റിൽ പുള്ളി തന്നെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു വീഡിയോ കൂടി ഇട്ടു. അതിന് രണ്ടിനും ഓൾമോസ്റ്റ് മോർ ദാൻ 1 million റീച്ച് പിന്നെയും കിട്ടി. സോ ഇതിൽ നിന്ന് പഠിക്കാനുള്ള 2 കാര്യങ്ങളാണ്. ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈലി പോളിഷ്ഡ് ആയിട്ടുള്ള ഒരു കാര്യം അല്ലായിരിക്കും ചിലപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകാൻ കിട്ടുന്നത്, റൈറ്റ്? രണ്ടാമത്തെന്ന് വെച്ചാൽ ജെൻസി ഫ്രണ്ട്ലി ആയിട്ടുള്ള കാര്യങ്ങളാണ്. നിങ്ങളുടെ ടാർഗറ്റ് ഓഡിയൻസ് അങ്ങനത്തെ ഒരു 20 to 30 ഇടയ്ക്കുള്ള ആൾക്കാരാണെങ്കിൽ ആബ്സലൂട്ട്ലി അവർക്ക് റിലേറ്റബിൾ ആയിട്ടുള്ള രീതിയിൽ വേണം സംസാരിക്കാനാണ്. ഇത് രണ്ടും ചെയ്തിട്ടാണ് ഇവർക്ക് ആബ്സലൂട്ട്ലി നല്ല രീതിയിൽ വ്യൂസ് കിട്ടിയിരിക്കുന്നത്. മൂന്നാമത്തെ ഒരു കാര്യം കൂടി ഉണ്ട്. ഒരു വലിയൊരു ഇവന്റ് നടത്തി കഴിഞ്ഞാൽ ഒരു വീഡിയോ ഒരു പോസ്റ്റ് കൊണ്ടോ നിർത്തേണ്ട ആവശ്യമില്ല. അതിന് ഫോളോ അപ്പ് ആയിട്ട് നിങ്ങൾക്ക് മാക്സിമം കണ്ടന്റ് സീരീസ് അതിനെക്കുറിച്ച് തന്നെ ഇട്ട് കഴിഞ്ഞാൽ തന്നെ അതിനും വ്യൂസ് കിട്ടും. സോ ഈ 3 കാര്യങ്ങളാണ് എനിക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്.